ഒരു ഇടവേളയ്ക്ക് ശേഷം തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും ഫോളോവേഴ്സിനും ഏറെ നാളായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. പ്രണയത്തിലാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് താരം മറുപടി നൽകി. വഞ്ചന ഏറ്റുവിടേണ്ടി വന്നിട്ടുണ്ട് എന്ന ചോദ്യത്തിന് താരം ആദ്യം മറുപടി നൽകിയത്, ഭൂരിഭാഗം പേരും ഒരിക്കൽ എങ്കിലും പിന്നിൽ നിന്ന് കുത്തുക, വഞ്ചിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആരെയും ഉപദ്രവിക്കാത്ത, ചതിക്കാത്ത, വഞ്ചിക്കാത്ത പുണ്യവതിയാണ് ഞാനെന്ന് ഞാൻ സ്വയം കരുതുന്നില്ല. സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ദേഷ്യപ്പെടുമെങ്കിലും ജെനുവിനാണ്. ആരെയും പിന്നിൽ നിന്ന് കുത്തി വേദനിപ്പിക്കില്ലെന്ന ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തു നിന്നും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എന്നോട് തെറ്റ് ചെയ്തവരും ഞാൻ ക്ഷമിച്ചു. നെഗറ്റിവിറ്റി ഹാൻഡിൽ ചെയ്യാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട്. പഠിക്കാൻ പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ സംതൃപ്തിയാണ്, ഹാപ്പിയാണ്. നല്ല വരുമാനം കിട്ടുന്നുണ്ട്. കുടുംബം നോക്കാൻ പറ്റുന്നുണ്ട്. ഡിഗ്രിക്ക് പഠിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാനുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു. ഗബ്രിക്കൊപ്പം മാത്രം യാത്രകൾ പോകുന്നത് എന്തെന്നുള്ള ചോദ്യത്തിന് ജാസ്മിൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്. ഗബ്രിയുടെ കൂടെ മാത്രമല്ല, അർജുൻ, ആനന്ദ് തുടങ്ങിയ എൻ്റെ എല്ലാ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര പോവാറുണ്ട്. ഇവൾക്ക് പെണ്ണുങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഇല്ലേ എന്ന്, എല്ലാം ആണുങ്ങളാണ് എന്ന ചോദ്യം പലരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വാല്യൂ ചെയ്യുന്നത് പോലെ എൻ്റെ വീട്ടുകാരും വാല്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ അവർക്കൊപ്പം സേഫാണെന്ന് തോന്നിയാൽ പിന്നെ എൻ്റെ വീട്ടുകാർക്ക് യാതൊരു പ്രശ്നമില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. ചിറക് വിടർത്തി പറക്കേണ്ട. അതുകൊണ്ട് ഞാൻ യാത്രകൾ ചെയ്തു തുടങ്ങി. ഗബ്രിക്കൊപ്പമുള്ള കണ്ടന്റുകൾ കുറച്ചുകൂടി റീച്ചുണ്ട്. മാത്രമല്ല ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതിൽ വീട്ടുകാർക്ക് പ്രശ്നമില്ല. പെൺസുഹൃത്തുക്കൾ നുണ്ണിപ്പെറുക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് ജാസ്മിൻ പറയുന്നു. വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയോ എന്നായിരുന്നു മറ്റു ചിലർക്ക് അറിയേണ്ടത്. ഞാൻ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഇനി വിവാഹം കഴിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞ ടീമാണ് ഞാൻ. കല്യാണം കഴിച്ച് കുടുംബമായി ജീവിച്ചാൽ മതിയെന്ന് ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ ആഗ്രഹമുണ്ട്. ഇപ്പോഴും ആഗ്രഹമുണ്ട്. ചേർന്നൊരാളെ കിട്ടിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വരെ വിവാഹം കഴിക്കില്ല. പിന്നെ ഞാൻ സിംഗിളാണ്. റെഡി ടു മിംഗിൾ ആണെങ്കിലും എനിക്ക് കുറേ കുഴപ്പങ്ങളുണ്ട്. കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ നല്ല സമയം എടുക്കും. ഭാവി വരനെക്കുറിച്ച് സങ്കല്പങ്ങളില്ല. സ്നേഹമുള്ള നല്ല ആളായാൽ മതി. ജോലിയും കൂലിയും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അടുപ്പിക്കില്ല. കുടുംബത്തെ സ്നേഹിക്കണം, ചതിക്കരുത് എന്ന നിർബന്ധങ്ങൾ മാത്രമേ ഉള്ളെന്നും ജാസ്മിൻ പറഞ്ഞു.